ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒറ്റ യൂസിൽ തന്നെ നമുക്കൊരു ഗ്ലോ, ഒരു ബ്രൈറ്റനിങ് ഇഫക്റ്റൊക്കെ നമ്മുടെ ഫേസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫേസ് പാക്ക് അടിപൊളിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പായ വേണം. നന്നായിട്ട് പഴുത്ത പപ്പായയാണ് എടുക്കുന്നത് ഞാൻ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും. നമുക്ക് ഹണി വേണം, ലെമൺ ജ്യൂസ് വേണം. ഞാനിപ്പോൾ ഒരു അരമുറി നാരങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു അരമുറി പഴം വേണം. പിന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര വേണം. ആദ്യം നമുക്ക് ഈ പപ്പായ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് പഴുത്ത പപ്പായ ആണെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. പപ്പായയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പപ്പായയിൽ പപ്പൈൻ എന്ന് പറയുന്ന ഒരു എൻസൈമാണുള്ളത്. ഈ എൻസൈം എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങും ഒരു ഗ്ലോയും ഒക്കെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് തന്നെ. ഇനി നമുക്കിതിലേക്ക് ബനാന ആഡ് ചെയ്ത് കൊടുക്കാം. ബനാനയും അടിപൊളിയാണ്. അതായത് നമ്മുടെ മുഖത്ത് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് ബനാന ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചുളിവുകൾ അതൊന്നും വരാതിരിക്കാനായിട്ട് ബനാന നല്ല ഹെൽപ്ഫുള്ളാണ്. ഈ സ്കിൻ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് തന്നെ. സോ ഇത് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഉടച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ ഇരിക്കത്തില്ല, ഇതിങ്ങനെ ഇളകി പോരും. അതുകൊണ്ട് മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇതോണം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങാനീര് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു അരമുറി നാരങ്ങ ചേർക്കുന്നുണ്ട്, നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നാരങ്ങാനീരെന്ന് പറയുന്നത് പ്രത്യേകം നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ചില സ്കിൻ ടൈപ്പിനൊക്കെ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ. എങ്ങനെയാണ് നമ്മുടെ സ്കിൻ റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. സോ പാച്ച് ടെസ്റ്റ് അതിനുശേഷം മാത്രമേ ഫേസിൽ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹണി ആഡ് ചെയ്യാം. ഒരു സ്പൂൺ ഹണിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഹണി നല്ലതാണ്, നല്ല മോയ്സ്ചറൈസിങ് ആണ്, നല്ല നമ്മുടെ ഫേസിൽ നല്ല നറിഷിങ് ആയിരിക്കും ഹണി. പിന്നെ ലെമൺ ജ്യൂസിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നാച്ചുറൽ ബ്ലീച്ച് പോലെയാണ് ലെമൺ ജ്യൂസ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ ലൈറ്റനിങ്ങിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കുക. പൊടിക്കാത്തയാണെങ്കിൽ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പഞ്ചസാര നല്ലതാണ്. പഞ്ചസാരയിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. ഈ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ഈവൻ സ്കിൻ ടോൺ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. സോ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്താൽ മതി. നമ്മൾ മുഖം കഴിയുമ്പോൾ നല്ലൊരു സ്കിൻ ലൈറ്റൻഡ് ആയിട്ട് നമുക്ക് തോന്നും, നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 15 to 20 minutes വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. ഇത് നമ്മളൊരു മാസത്തിൽ ഒരു തവണ അല്ല ആഴ്ചയിൽ 1-2 തവണയൊക്കെ ട്രൈ ചെയ്താൽ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിൽ